നിങ്ങൾ SLC എക്സാം ചൂടിലാണോ? എന്നാൽ നിങ്ങളുടെ ബയോളജി 3rd ചാപ്റ്റർ പഠിക്കാനുള്ള എളുപ്പ വഴിയായിട്ടാണോ ഞാൻ വന്നിരിക്കുന്നത്. ഹോർമോണിൻ്റെ ഒരു വലിയൊരു ചാപ്റ്റർ അല്ലേ. ഞാൻ പറയുന്ന ഈ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ SLC എക്സാമിന് ഈസി ആയിട്ട് ഫുൾ മാർക്ക്, അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വരുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ്, അന്തസ്രാവി ഗ്രന്ഥികൾ. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഗ്ലാൻഡുകളുടെയും പേര് പഠിക്കുക. ആ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൻ്റെയും പേര് പഠിക്കുക. അതുപോലെ തന്നെ ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. ഈ ഫംഗ്ഷൻസ് നോക്കുന്നതിനൊപ്പം ഈ ഹോർമോൺസിൻ്റെ ഏറ്റക്കുറച്ചിലിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അതും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ 3 ഫ്ലോ ചാർട്ട് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണം. കാരണം സാധാരണയായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഫെറമോൺസ്. ഇതിൽ നിന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണുന്നുണ്ട്. കാരണം ഫെറമോൺസ് എന്താണെന്ന് ചോദിക്കുക. അതായത് ജീവികൾ ചുറ്റുപാടിലേക്ക് പുറപ്പെടുവിക്കുന്ന കെമിക്കലായിരിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഫെറമോൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും ഇതിൻ്റെ എക്സാമ്പിൾ എന്താണെന്നും നോക്കിയാൽ ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ലെവലിൽ ഇതിൻ്റെ എക്സാമ്പിൾ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. അടുത്തതാണ് പ്ലാൻ ഹോർമോൺസ്. അതും വളരെ 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 ഇമ്പോർട്ടൻസ് ആണ്. പ്ലാൻ ഹോർമോൺസ് എപ്പോഴും ചോദിക്കാറുണ്ട്. പ്ലാൻ ഹോർമോൺസ് പഠിക്കുമ്പോൾ തന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ പ്ലാൻ ഹോർമോൺസും നിങ്ങൾ നോക്കിയിട്ട് വേണം. ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 3rd ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ.